നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ അതായത് രാവിലെ ഒരു 8 മണീൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് പുറത്ത് പോകേണ്ട ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. രാവിലെ നല്ല പ്രൊഡക്റ്റീവൊക്കെ ആയിട്ട് ഇരിക്കണമെങ്കിൽ തലേന്ന് രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ പണികളിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ടാവും രാവിലേക്കുള്ള കാര്യങ്ങൾ ഒതുക്കി വെക്കാനും പിന്നെ അതേപോലെ കിച്ചണിലെ കുറച്ച് പണികളൊക്കെ തീർക്കാനും ഒക്കെ ആയിട്ട്. മീൻകറി രാത്രി കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അതാ വെജിറ്റബിൾസ് ഒക്കെ കുറച്ച് തന്നെ മഞ്ഞപ്പൊടിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ വെണ്ടയ്ക്ക മുളകിടണം. പിന്നെ കുറച്ച് കൂട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പി ഇടണം, അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മത്തനും വൻപയറും ഒരു തേങ്ങ അരച്ചൊരു കറിയാണ്. പിന്നെ കോവക്ക ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരി വെച്ചാൽ ഞാൻ പറയല്ലേ തേങ്ങ ഒന്നും ഒതുക്കിയിടാത്തൊരു ടൈപ്പാണ്. എല്ലാം ഞാൻ ഓരോ കറികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മുറിച്ചിട്ട് ഇതേപോലെ ഓർഗനൈസറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കറികൾക്ക് വേണ്ടതും ഓരോന്നും എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. അതാണ് കേട്ടോ നല്ലൊരു മാർഗ്ഗം. നല്ല ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒതുക്കി വെച്ചാൽ മതി. പിന്നെ തേങ്ങ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ചിരണ്ടി ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ പുട്ടും കടലക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് ആണ് ഞാൻ തേങ്ങ കുറച്ചധികം ചിരണ്ടിയത്. പിന്നെ കയ്പ ഉപ്പേരി വെക്കണം. ഇവിടെ എനിക്കും കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കയ്പ ഉപ്പേരി. പക്ഷേ വാവക്ക് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കടല കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൻപയറും കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ഞാൻ മസാല വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് പച്ചക്കറീൻ്റെ കറി ആയതുകൊണ്ട് തന്നെ മീൻ എന്തായാലും പൊരിച്ചത് വേണ്ടി വരും. ഇതൊക്കെ ഒരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടി നല്ലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഈ മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ നമ്മൾ ആ ബോക്സിൽ തീർന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് തീർന്നാൽ ഇനി അത് എടുക്കാൻ ഓടണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഇനി പാത്രത്തിലേക്ക് ആക്കാനുള്ളൊരു സമയം നമുക്ക് നഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ളതൊക്കെ. പിന്നെ പൊടിയുപ്പ് തീർന്നിട്ടുണ്ട്, ഇനി കല്ലുപ്പ് തീർന്നിട്ടുണ്ട്, ഇനി അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ലേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണ നമുക്ക് രാവിലെ അത്യാവശ്യമാണല്ലോ വെളിച്ചെണ്ണ, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ നമ്മൾ മുമ്പ് മസാല ബോക്സ് ആയിട്ട് ഉപയോഗിച്ചാണ് കേട്ടോ. ഇപ്പോൾ വേറെ കിട്ടിയതിനെ കൊണ്ട് ഇതിൽ ഇങ്ങനത്തെ ആണ് കേട്ടോ വെച്ചാൽ കുരുമുളക്, വലിയ ജീരകം, കടുക്, ഉലുവ, വറ്റൽമുളക് വറവിടാൻ ആവശ്യമായിട്ടുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ച്. ഇതും ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ബോക്സ് മാത്രം എടുത്താൽ മതി. മറ്റെല്ലാ കുപ്പികളും എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ നിരത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഒറ്റൊന്ന് എടുത്താൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഒരേപോലെ വെച്ചാൽ നമുക്ക് സുഖമാണ് കേട്ടോ എടുക്കാനായിട്ട്. പിറ്റേന്ന് വാവക്ക് എക്സാം ഉള്ളതിനോട് തന്നെ ഓന് ജോലി സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കയും ഈ തൃശ്ശൂരേക്കാണ് ഒന്ന് ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഓനെയും കൂട്ടിയിട്ടാണ് വരിക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മീൻ കറിയും പിന്നെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാവക്ക് ഭക്ഷണം വേണ്ടവർ പുറത്തുനിന്ന് കഴിച്ചെന്നാണ് പറഞ്ഞത്. ഇക്കാക്ക പിന്നെ എന്ത് പുറത്തുനിന്ന് കഴിച്ചാലും വീട്ടിലെത്തിയാൽ 1-2 ചപ്പാത്തി കഴിക്കും. പിന്നെ എനിക്കും ചപ്പാത്തി വേണമല്ലോ. അപ്പോൾ കടലയും വൻപയറും മാത്രം ഞാൻ ഫ്രിഡ്ജിലേ മാറ്റിയിട്ടില്ല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി നമ്മൾ സെറ്റാക്കിയിട്ടാണ് രാത്രി കിടക്കാൻ പോയത്. പിന്നെ രാവിലെ ഒരു 6 മണി സമയമാണ് കേട്ടോ. അപ്പോൾ 6 മണി ഇപ്പോൾ ആയാലും നല്ല വെളിച്ചം വെക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം ജനാലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കാര്യം മോനൊക്കെ വരുന്ന സമയം ആയപ്പോഴത്തേക്ക് 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പേടിയായതുകൊണ്ട് ജനാലിൻ്റെ പൊളിയൊന്നും ഞാൻ സാധാരണ അടച്ചിടലില്ല, ഒരു കാറ്റൊക്കെ കിട്ടിക്കോട്ടെ വെച്ചിട്ട് അടുക്കളല്ലേ. അപ്പോൾ അന്ന് എല്ലാ ഭാഗവും ബന്ധാക്കിയിട്ടാണ് കേട്ടോ കിടന്നത്. ഇപ്പോൾ രാവിലെ ജനാലൊക്കെ തുറന്ന് എൻ്റെ മാവുണ്ടല്ലോ അന്ന് അൽഫോൻസ, അപ്പോൾ 5 വർഷം മുമ്പ് കുഴിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് അത്യാവശ്യം തളിരൊക്കെ വന്നിട്ടുണ്ട്. തലേന്ന് രാത്രി എത്ര നേരം വൈകി കിടന്നതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഇക്കാക്ക രാവിലെ സമയമാകുമ്പോൾ തന്നെ കറക്റ്റ് സമയത്തിന് തന്നെ എണീറ്റ് വരും. അപ്പോൾ എണീറ്റ പാടന്നെ ചായ എന്നിങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം ചായക്ക് വെള്ളം വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇക്കാക്ക് ചായ കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ ഞാനും കുറച്ച് കുടിച്ച് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ശീലമായി എന്ന് പറഞ്ഞുകൂടെ, എന്നാലും ചായ കിട്ടിയാലൊക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് രാവിലെ തീരെ ടൈമില്ലല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ. ഒരു 3-4 സ്ഥലത്തേക്ക് തന്നെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പോകേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ വേഗം പണികളൊക്കെ തീർക്കുന്നത്. അപ്പോൾ ഇക്കാക്കി മോനൊക്കെ ഉണ്ടാവും. എക്സാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മോന് ഫുഡ് വേണം. ഇക്കാക്കാണ് വർക്ക്ഷോപ്പിൽ പോകേണ്ട പണിയാണ്, ഡ്യൂട്ടി ഇല്ലെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ തിരക്കിട്ട പണികളൊക്കെ തീർക്കുന്നത്. അപ്പോൾ നമ്മൾ റേഷൻ കടയിലെ പച്ചരിയും മൂടരിയൊക്കെ വെച്ചിട്ട് പുട്ടിന് പൊടിപ്പിച്ചിട്ടില്ലേനോ, അതാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത്. പുട്ടാണ് റെഡിയാക്കുന്നത്.
അപ്പോൾ വാവക്ക് പുട്ട് അത്ര വലിയ താല്പര്യമില്ല. കാരണം അവർ ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ പുട്ട് ഉപ്പുമാവ് അതൊക്കെ ആണല്ലോ ഓല ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വരുമ്പോൾ നൈസ് പത്തിരിയോ നൂൽപുട്ടോ അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ പറയുക. അപ്പോൾ ഇന്ന് ഞാൻ ഓനോ പറഞ്ഞു ഇപ്പോൾ 2 ദിവസം എന്തായാലും ഉണ്ടാവും, ഇന്നിപ്പോൾ നമുക്ക് പുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുട്ട് ചൂടുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എളുപ്പപ്പണി വേണമല്ലോ രാവിലെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പുട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് സമയം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാറ്റി വെച്ചിരിക്കാൻ കേട്ടോ. അത് കുറച്ച് ഈ കടലക്കറിയൊക്കെ ആകുമ്പോഴേക്കും അത് സെറ്റായി വരും, ഇന്ന് റെഡിയായി നനഞ്ഞ് കുതിർന്ന് വരും. അപ്പോഴേക്കും ഇതാ കടലക്കറി റെഡിയാക്കാനായിട്ട് ഇതാ കുക്കറിലേക്ക് കടല കഴുകിയിട്ട് ഇട്ട് കൊടുത്തിക്കാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ അതേപോലെ ഈ ഗരം മസാല ഇട്ട മല്ലിപ്പൊടിയാണ് കേട്ടോ. എന്നാൽ ഗരം മസാല വെച്ചാൽ ഏലക്കായ പട്ടൊക്കെ ഇട്ട് പൊടിച്ചിട്ടില്ല, അതുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പാകത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കടലക്കറി റെഡിയാക്കുന്നത്. വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കറുപ്പ് കളറാണ് എൻ്റെ കടലക്കറിക്ക് ഉണ്ടാവുക. പിന്നെ അതാ തക്കാളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ചെറിയൊരു പീസ് ഉള്ളി എന്നിവ കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഇതൊക്കെ ചേർക്കും. ഈ എൻ്റെ കടലക്കറി ഇവിടെ വാവക്കും കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ തീരെ ടൈമില്ലാത്ത സമയമാണെങ്കിൽ പോലും നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങൾ അപ്പം കഴുകി വെക്കുകയാണെങ്കിൽ നമ്മളെ പണി ഈസിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ കുക്കിംഗ് പണിയൊക്കെ കഴിയുമ്പോഴേക്കും സിങ്ക് നിറച്ചും പാത്രങ്ങളാവും. എൻ്റെ സാധാരണ അങ്ങനെയാണ് കേട്ടോ അധികം ഉണ്ടാവൽ. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകുക. പക്ഷേ ഇതേപോലത്തെ ടൈമില്ലാത്ത സമയമാകുമ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊരു സമയം മാറ്റി വെക്കാനില്ലല്ലോ. അപ്പോൾ അതിനെന്തായാലും ഒരു അരമണിക്കൂറാവും ഒന്നായിട്ട് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ. അപ്പോൾ ഇത് ഓരോന്നും ഒഴിനനുസരിച്ച് കഴുകുമ്പോൾ നല്ല ഈസി ആയിട്ട് പണി കഴിയും. പിന്നെ അത് ആ പുളി ആവശ്യമുണ്ട് നമുക്ക് ഈ വെണ്ടക്ക മുളകിടുന്നതിലേക്ക്. അതിലേക്ക് അപ്പോൾ ഞാൻ കുറച്ച് പുളി ഒരു പാത്രത്തിലെടുത്തിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ ആ തലേന്ന് രാത്രി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്, കുറച്ച് തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇതാ ഞാൻ പുറത്തേക്ക് വന്നാണ് കേട്ടോ കുറച്ച് വിറകെടുക്കാൻ. അടുപ്പത്ത് ആണ് ചോറും പിന്നെ വെണ്ടക്ക മുളകിടുന്നത് വെക്കുന്നത്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് വിറകെടുക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ മാവൊന്ന് ശരിക്കും ഇങ്ങ് കാണിച്ചു തന്നാണ്. അപ്പോഴേക്കും ഇതാ കടലക്കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ വെണ്ടക്ക മുളകിടുന്നതാണ് കേട്ടോ വെക്കുന്നത്. അതിനായിട്ട് ഇതാ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ പിടിപ്പിച്ചതിന് ശേഷം. പിന്നെ ഇത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ചൂടായിട്ട് കടുകിട്ട് പൊട്ടിക്കുക ആദ്യം, നമുക്ക് ആവശ്യത്തിനുള്ള കടുക്. ആ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉലുവയും പൊട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഈ വെണ്ടക്ക, വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, തക്കാളി എന്നിവ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വെണ്ട ആയിപ്പോയി കേട്ടോ. ഒന്ന് ചെറിയ മാതിരിയുള്ള വെണ്ടയാണ് വേണ്ടി, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ വലിയ വെണ്ടൻ്റെ പീസായതുകൊണ്ട് വെന്ത് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. മറ്റേതാകുമ്പോൾ ഇളയതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആണ് കേട്ടോ നല്ലോണം കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം കുറച്ചധികം സമയം തന്നെ വഴറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം വെല്ലുള്ളി ആദ്യം ഒന്ന് വഴറ്റി പിന്നെ വെണ്ടക്ക ഇട്ട് വഴറ്റി അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരുമിച്ച് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒരു നല്ല പെർഫെക്റ്റായിട്ടൊന്നും വാടി വന്നിട്ടില്ല. എന്നാലും കുറേ സമയം അവിടെ നിൽക്കാനുള്ള നേരമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ മീനിലേക്ക് മാത്രം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗരം മസാല ഇല്ലാത്ത പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയില്ലേ, അതൊന്ന് നല്ലോണം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ഞാനിതിലേക്ക് ഈ പുളിവെള്ളത്തിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ വെണ്ടയ്ക്ക ഇത്തിരി വലിപ്പമുള്ളതാണല്ലോ, അതുകൊണ്ട് നല്ലോണം വെന്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ആ വെണ്ടയ്ക്കൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ട് ഇത് താളിച്ചിട്ടാണല്ലോ വെച്ചത്, അതുകൊണ്ട് നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ വീണ്ടും താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലാസ്റ്റ് ഭാഗത്ത് ഇറക്കാൻ നേരം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നല്ലോണം അടച്ച് വെച്ചിട്ട് കുറേ സമയം വെന്ത് വരട്ടെ, അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. വീട്ടിൽ പച്ചക്കറിൻ്റെ കറി ആവുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ വെണ്ടക്ക മുളകിടൽ. അല്ലാത്ത സമയത്തൊന്നും അതിനൊരു വലിയൊരു ഇഷ്ടം തോന്നലില്ല. പിന്നെ അപ്പോഴേക്കും നമ്മളെ ഈ പുട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം. കുറച്ച് സമയം നമ്മൾ അജ്മി പുട്ടുപൊടിൻ്റെ മോലല്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഈ പൊടിച്ച് കൊടുക്കണം, അപ്പോഴേ ഇത് സെറ്റായി വരികയുള്ളൂ. പിന്നെ വെള്ളം നമുക്ക് വേണമെന്ന് വെച്ചാൽ കുറേശ്ശെ കുടഞ്ഞ് കൊടുത്താൽ മതി, ഒഴിക്കരുത്. അപ്പോൾ വെള്ളം കൂടിപ്പോയിട്ട് ഉണ്ടായി പോവും. വെച്ചാൽ ഇങ്ങനെ മണി വരും. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് കുറച്ച് സമയം തന്നെ അതൊന്ന് പൊടിച്ച് കൊടുക്കണം.
അപ്പോൾ എന്നാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ടിന്. പിന്നെ നമ്മൾ പുട്ട് ചുടാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ഇതിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി എല്ലാം കൂടി ഒരുമിച്ച് എടുക്കണ്ട വിചാരിച്ചിട്ട് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് പുട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പുട്ടും കുറ്റിയാണ്, നല്ലൊരു പുട്ടുമാണ് കേട്ടോ. പുട്ടും കുറ്റി നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേനോ, അതാണ് കേട്ടോ. നല്ലൊരു സുഖം ഉണ്ട് അതിൽ ചുട്ടെടുക്കാൻ, പെട്ടെന്ന് അതിൻ്റെ ആവിയൊക്കെ വരുന്നുണ്ട്. വാവയും കൂടി ഉള്ളതിനോട് തന്നെ കുറച്ചധികം പുട്ട് തന്നെ വേണം. അതൊക്കെ ഒന്ന് ചുട്ടിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ തലേന്നത്തെ മീൻകറി ഉണ്ട് കേട്ടോ, കടലക്കറീൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യക്കാർക്ക്. പിന്നെ കടലക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുക്കറിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ വെജിറ്റബിളിൻ്റെ കറി വെക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ച പാത്രം തന്നെ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ച് പാത്രത്തിനൊരു ഇത് ഉണ്ടാവും കേട്ടോ. നമുക്ക് പാത്രം കുറച്ചെടുത്താൽ മതി. ഈ കുക്കർ തന്നെ കറി വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇറച്ചിയോ മീനോ ബീഫോ അങ്ങനത്തെ ഒന്നും വെച്ച പാത്രമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ തലേന്ന് രാത്രി, ആ ഒരു മത്തനും പിന്നെ അതേപോലെ തക്കാളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ചെറിയൊരു പീസ് വെല്ലുള്ളി അങ്ങനെയാണ് കേട്ടോ ഇട്ടത്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിലുള്ള പിന്നെ എന്താണ് പറയുക, ഈ വൻപയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരുപാടായിപ്പോയി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് മത്തനാകുമ്പോൾ കുറച്ച് വൻപയർ മതി. കുറച്ച് അധികമായിപ്പോയി ഞാൻ കുതിർത്തത്. അപ്പോൾ ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് തന്നെ ബാക്കി മാറ്റുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കടലക്കറിയിലേക്ക് എടുത്ത അതേപോലത്തെ മല്ലിപ്പൊടി അല്ല കേട്ടോ, ഈ മീനിലേക്കൊക്കെ എടുക്കുന്ന മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ വെണ്ടക്ക മുളക് ഇട്ടില്ല, അത് എടുത്ത മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ പാകത്തിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഈ പുട്ടുകുറ്റീൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ഒരു കോല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വുഡിൻ്റെതാണ്. ഇതല്ല, ഈ പുട്ടുകുറ്റീൻ്റെ കൂടെ ഈ സ്റ്റീലിൻ്റെ കോലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതൊരു കുത്താനുള്ള ആ ഒരു കോലുള്ളത് നല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ചട്ടക്കോ കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പുട്ടുകുറ്റി കുത്തൽ. അപ്പോൾ ഇങ്ങനെ ഒരു കോലുള്ളത് നല്ല കേട്ടോ. ഞാൻ മുമ്പ് ഒരു മുളൻ്റെ കുറ്റി വാങ്ങിയിട്ടില്ല, അതിൻ്റെതാണ് ആ ഒരു പുട്ട് കുത്തുന്നത്. പിന്നെ നമ്മുടെ വെണ്ട മുളകിട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റിക്കുന്നു. ഒരുപാട് ഡ്രൈ ആയി പോകും വേണ്ട, ലൂസായി പോകും വേണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലിയില കൂടി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മല്ലിയില കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. പിന്നെ തലേന്നത്തെ മീൻ മുളകിട്ടത് സൈഡ് അടുപ്പിൽ വെക്കുന്നുണ്ട്. പിന്നെ ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. പെട്ടെന്ന് വെന്ത് വരുന്ന അരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മൾ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന ആ അരിയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. പിന്നെ വെള്ളം വെച്ചതിന് ശേഷം ഞാനിതാ പുറത്തേക്ക് വന്നാണ് അകം കൊല്ലായൊക്കെ ഒന്ന് അടിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കാകനെ വണ്ടീൻ്റെ മേലുള്ള ചളി കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ, എറണാകുളം അങ്ങനത്തൊക്കെ പോയ ആ ഭാഗത്തേക്കാണ് ട്രിപ്പ് പോയത്. അപ്പോൾ നല്ല മഴ ഇനിന്നാണ് കാക പറയുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിലോ മഴയാണ് നല്ലോണം പെയ്യണില്ല. ഇടിയും മിന്നും കാറ്റൊക്കെ വരുന്നുണ്ടെങ്കിലും മഴക്ക് എന്തോ ഒരു മടി ഞങ്ങളിവിടെ പെയ്യാൻ. എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരി തിരിച്ച് വരുമ്പോഴൊക്കെ തന്നെ ഈ വെള്ളമൊക്കെ തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് അരി കഴുകിയിട്ടാണ്. ഈ അരി കഴുകിയിട്ട കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, കല്ലുപ്പ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കറിയൊക്കെ ഒഴിച്ചിട്ട് ചോറ് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക എപ്പോഴും പറയുന്നൊരു ടിപ്പാണ്. ആദ്യമൊക്കെ എനിക്ക് പെട്ടെന്ന് മറന്നു കേട്ടോ, ഈ ഉപ്പിട്ടില്ലല്ലേ നോക്കി ചോറ് തിന്നുന്ന സമയത്ത്. അപ്പോൾ ഈ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം മറക്കാതെ ഉപ്പിടും കേട്ടോ. പിന്നെ ഇക്കാക്കൻ്റെ ഡ്രസ്സും വാവൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വർക്കിംഗ് ഡ്രസ്സ്. അതൊക്കെ ഞാൻ തിരുമ്പാനിട്ടിക്കുക. ബാക്കിയൊക്കെ ഞാൻ പോയി വന്നതിന് ശേഷമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കട്ടിയുള്ളതായതുകൊണ്ട് വാവൻ്റെ വർക്കിംഗ് ഡ്രസ്സ് നല്ല 2 നല്ല കട്ടികളാണ് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങണേ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ ഇനി മഴ അഥവാ അതിൻ്റെ ഉള്ളിൽ കൂടി പെയ്താലോ ബുദ്ധിമുട്ടാവുമല്ലോ വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് തിരുമ്പിയെടുക്കുകയാണ്. പിന്നെ നമ്മളെ മത്തനും വൻപയറും കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോഴേക്കും നല്ലോണം വെന്തിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കായിരുന്നു. ആ തേങ്ങയിലേക്ക് ഇത്തിരി നല്ല ജീരകം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനധികം നല്ല ജീരകം ഒഴിവാക്കലാണ്. അത്രയും മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട സാധനത്തിൽ മാത്രമേ നല്ല ജീരകം ചേർക്കലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്തോണ്ട്. പിന്നെ കുറച്ച് ഇതൊക്കെ ഒന്ന് വറവിടാനുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി വേണ്ടീന് കേട്ടോ അത് വറവിടാൻ. അപ്പോൾ ഞാനിത് രണ്ടുമാണ് ഇപ്പോൾ വറവിട്ടത്. മത്തന് വറവിടുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഇനി അടുത്തത് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ കോവക്ക ഉപ്പേരി വെക്കാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി വെക്കാച്ചാൽ തേങ്ങ ചിരണ്ടി ഇടണതാണ് കേട്ടോ ഇവിടെ മോനക്ക് ഇഷ്ടം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടിട്ടൂടെ ഇനിയൊന്ന്. ഞാനിപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ആ കോവക്കൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. കുറേ സമയം അതിന്മേൽ പണിയെടുത്തിട്ടില്ല. അപ്പോൾ പച്ചമുളകും ഉള്ളിയൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെല്ലുള്ളി ഇങ്ങനെ അരിഞ്ഞ് വെക്കരുത് എന്നൊക്കെ പറയും കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാനത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യലില്ല.
അപ്പോൾ അത്രയും വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിക്കൊണ്ടിട്ട് രാവിലെ ഉള്ളി ചേർത്താൽ മതി. അപ്പോൾ അത് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാനിത് കാണിച്ചു തരികയല്ല കേട്ടോ. അങ്ങനെ ഉള്ളി ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതേപോലെ ചെയ്യണമെന്നില്ല. പിന്നെ വറവിട്ട ആ ഒരു സമയത്ത് കടലക്കറി വറവിടാൻ മറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ വീണ്ടും വേറെ പാൻ അടുപ്പത്ത് വെക്കേണ്ട ഇത് വന്നിട്ടോ. ആ ചീനച്ചട്ടി തന്നെ വെച്ചാൽ മതി. ഇനി വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ അധികം കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ടതിലേക്ക് ഞാനിതാ കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ടിട്ട് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കടലക്കറി തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് പറയല്ല കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പുട്ടിലേക്ക് എനിക്ക് കടലക്കറി അല്ലെങ്കിൽ ചെറുപയർ കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഈ മൂന്നെണ്ണത്താണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും കടലക്കറിയാണ് പുട്ടിന് വെക്കൽ. പിന്നെ ചിക്കൻ കറിയാണ്. പിന്നെ അപ്പോഴേക്കും പിന്നെ ബാക്കിയുള്ള കുറച്ച് പണികൾ കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ തിരക്കിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും കുറേയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ബെഡ്ഷീറ്റ് തട്ടി വിരിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അടിച്ച് വരുന്ന സമയത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആയില്ല നമ്മൾ ക്ലീനിങ് വീഡിയോ ഇട്ടിട്ട്. പിന്നെ മീൻ പൊരിക്കലും ഒക്കെ കഴിഞ്ഞ് എല്ലാം ഞാൻ ഇതേപോലെ തന്നെ മൂടി വെച്ചിട്ട് അടുക്കളൻ്റെ കൗണ്ടർ ടോപ്പും ഒക്കെ വൃത്തിയാക്കി പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് പോയി വന്നാലൊരു ഭയങ്കര ക്ഷീണം പോലെയാണ്. ക്ഷീണം മാത്രമല്ല, ഒരു മടി പോലെയാണ്. പണിയൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 8:15 ആയ സമയമായപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടേനി. പിന്നെ എല്ലാവരും കൂടി ചായ കുടിച്ച് പിന്നെ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇക്കാക്ക വണ്ടിയായിട്ട് പോയി വർക്ക്ഷോപ്പിലേക്ക്, വാവ എക്സാമിന് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ബാങ്കിലും പിന്നെ 1-2 കാര്യങ്ങളും എല്ലാം കൂടി ലൈനിങ് വാങ്ങാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദൂരമല്ലാത്തതിനോണ്ട് ഞാൻ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഈ ടൗൺ ഏരിയയിലേക്കൊന്നും ഞാൻ അങ്ങനെ ഈ വണ്ടിയായിട്ട് പോകില്ല കേട്ടോ. എന്തോ ഒരു പേടി പോലെയാണ്. ഇപ്പം ഞാൻ അധികവും മോളെടുത്തേക്കും ഒക്കെ ഞാൻ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി ഈ വണ്ടി എടുക്കുകയാണ്. കാരണം എനിക്ക് ആ ഒരു പേടി മാറണമല്ലോ. മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്കും മെഡിക്കൽ കോളേജിലേക്ക് അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വണ്ടിയായിട്ട് പോയിന് ആളാണ്. പക്ഷെ പിന്നെ എനിക്കെന്തോ ഒരു പേടിയായിപ്പോയി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.